സിയോനെ ഉണരുക, വേക്കപ്പ് സയൻ. യെശയ്യാ പ്രവാചകൻ 52:1 തൊട്ടുള്ള വാക്യമാണ് എടുക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കൃപ നിഴലുപോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴും. മക്കളെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതമേ, മക്കളുടെ തിരിച്ചുവരവ്. ഒത്തിരി അമ്മമാരെന്നെ വിളിച്ച് പറയുന്നത്, അമ്മമാർ പലപ്പോഴും എന്നെ വിളിച്ച് പറയുമ്പോൾ ആൺമക്കളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. പെൺമക്കൾ അത്രയും പ്രശ്നമുള്ളവർ വളരെ കുറച്ച് പേരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. അവർ അവർ അമ്മമാർ പറയുമ്പോൾ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നുണ്ട്. അമ്മമാർ മിക്കവരും പ്രാർത്ഥനാ കൃപയുള്ളവരാണല്ലോ എന്നെ വിളിക്കുന്നത്. എന്നാൽ ഈ ആൺമക്കൾ വഴി തെറ്റിപ്പോകും, അവർ നേരെ വിപരീതമായിട്ട് പോകുന്നു. ഒത്തിരി അമ്മമാരെന്നെ വിളിക്കാറുണ്ട്. അതൊരു പരീക്ഷണം പോലെ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റായിട്ട് നമുക്ക് കാണാം. ദൈവം തമ്പുരാൻ നമ്മുടെ മക്കളെക്കുറിച്ച് നല്ല പദ്ധതി ഉദ്ദേശിച്ച് തന്നെയാണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷെ അവരെ വഴി വെട്ടിക്കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. അതുകൊണ്ട് എൻ്റെ ഈ ജോലി ഈ ദിവസങ്ങളിൽ അതിശയങ്ങൾ നടക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ വഴിവെട്ടി ഞാൻ തുറന്നു തരികയാണ്. യെശയ്യാ 52 പറയുന്നത്, യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ഉണ്ടാകുന്നതിന് 700 വർഷം മുൻപ് ആത്മീക ദർശനത്തിൽ എഴുതി വെച്ച ഒരു ബുക്കാണ് യെശയ്യാ ബുക്ക്. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകന് തീർത്തും വ്യക്തമായ റെവലേഷൻസ് അല്ലെ, വെളിപ്പാട് കിട്ടിയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ 52 ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്: സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനിമേലിൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞോളെ കളയുക. യെരൂശലേമേ, എഴുന്നേറ്റ് ഇരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് എഴുന്നേൽക്കെന്ന് പറയാണ്. നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും വളരെ ഭാരത്തിലിരിക്കുന്ന, ഇനി എങ്ങനെയാണ് മുൻപോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തമായിട്ടും പറയുന്നു, നീ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാതെ, ഇതുവരെ പദം പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങോട്ട് നിർത്തിച്ച് നീ എഴുന്നേക്ക്. സിയോനാണ്, സിയോൻ്റെ പുത്രി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ പാസ്പോർട്ടുള്ള മക്കളാണ് നമ്മൾ. അത് നമുക്ക് ഉള്ളവർക്കതറിയാം. എനിക്ക് മറ്റുള്ളവരോട്, ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മൾ വരുമ്പം നമുക്ക് ചടഞ്ഞിരിക്കാനൊക്കത്തില്ല. ദർ ഈസ് എ കോൾ ഓൺ ഈച്ച് പേഴ്സൺ. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ ദൈവീക ശക്തി മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമായിട്ട് അവരെ അവരുടെ തലമുറകളെയും ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. അതുകൊണ്ടാണ് പറയുന്നത്, അമ്മമാരായ സ്ത്രീകളോട് പറയാണ്, സിയോനെ നീ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എല്ലാവരോടും കൂടെ പറയുന്നത്, എൻ്റെ ഈ വചനം ഇന്ന് പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടി അയക്കുക. നിങ്ങൾ എഴുന്നേക്ക്, നിന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ഇനി ഒരു കാലവും നിന്നിലേക്ക് കടന്നു വരത്തില്ലെന്ന് ഞാനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ വചനമെടുത്ത് നമ്മൾ പറയുക, നമ്മുടെ പെൺമക്കള് ദൈവത്തോട് ചേരാത്തതായിട്ടുള്ള അലൈൻമെൻറ്റ് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കയറുക, നമ്മുടെ ആൺമക്കൾക്ക് അവർക്ക് ഉചിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോവുക, അതെല്ലാം കർത്താവ് പറയുന്നു, അതെല്ലാം ഞാൻ അഴിച്ചു മാറ്റാൻ പോവുകയാണ്. നീ എഴുന്നേൽക്ക്, ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേൽക്ക് എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് കടന്നു വരുന്നത്. യെരൂശലേമേ, എഴുന്നേറ്റ് ഇരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ച് കളയുക. അപ്പം ദൈവം പറയുന്നു, ഇനി മേലിൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സത്യം, ഒരു വചനം നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു വിത്താണ് ഈ വിത്ത് അങ്ങോട്ട് ഇടുന്നത്. ഇത് നല്ല നിലത്താണ് ഇട്ടിരിക്കുന്നത്, വീഴുന്നത് എങ്കിൽ അത് വളരുക തന്നെയല്ല, അത് 100 മേനിയായിട്ട് വർദ്ധിച്ചിട്ട് അത് അനുഗ്രഹമാക്കാൻ നമുക്ക് കഴിവുണ്ട്. വി ഹാവ് ദറ്റ് ക്രിയേറ്റീവ് എബിലിറ്റി. ഈ 125 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഇതൊക്കെ വചനങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് ആത്മാവ് എടുപ്പിക്കുന്നത്. ഇപ്പം 125 തോന്നുന്നു, നോക്കിക്കോട്ടെ. കർത്താവ് വ്യക്തമായിട്ടും പറയുന്നു, 125 പറയുന്നു, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. എന്തൊരു മനോഹര. 125:3, നീതിമാന്മാർ നീതികേടിലേക്ക് പോകാതിരിക്കാൻ ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാൻ്റെ ഭവനത്തിൽ ഇരിക്കത്തില്ല എന്ന് ദൈവമാണ് ഒരു കൽപ്പന അയച്ചത് എങ്കിൽ പ്രധാന ദൂതൻ കടന്നു വന്നിട്ട് ദുഷ്ടനെ അടിച്ചു മാറ്റി. എപ്പോഴാണെന്നറിയാമോ? ആത്മാവിൽ ദർശനമുള്ളവർക്ക് മനസ്സിലാകാം, നമ്മൾ എന്തെല്ലാം കരഞ്ഞിട്ട് പദം പറഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവദൂതൻ അനങ്ങൂല. ദൈവദൂതൻ അനങ്ങണമെങ്കിൽ
ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവ ഇഷ്ടപ്രകാരമുള്ള വചനമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് അവന് ദൂതന് ഓർഡർ കൊടുക്കും. അന്നേരം ദൈവദൂതൻ ഇറങ്ങി വരും. അത് ഞാൻ പറഞ്ഞത്, ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി വന്നെങ്കിലേ പറ്റൂ. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർ സഹായിക്കും, ഇവർ സഹായിക്കുന്നു. പല പ്രശ്നങ്ങളുടെ സമയത്തിൽ സ്ത്രീകളെ എന്നെ വിളിച്ചു പറയാറുണ്ട്, അത് ശരിയാണ്, എൻ്റെ അപ്പാപ്പൻ അച്ഛനാണ്, എൻ്റെ അപ്പാപ്പൻ്റെ അതിന് വലിയ ആളുകളാണ്, അല്ലെ പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരൊക്കെ ചെന്ന് പറയുമ്പം കാര്യം നടക്കുന്നു. ഞാൻ അന്നേരം എല്ലാം ചിന്തിക്കും, ശരിയായിരിക്കണം, ഒരു നടന്നെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ പലപ്പോഴും ഞാൻ കാണും അവിടെ വെച്ചത് നിൽക്കുന്നില്ല. ദൈവം ചില സന്ദർഭങ്ങളിൽ നമ്മളെ അവനോട് അടുപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കത്തില്ല. കാരണം അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് വരാൻ. ഈ ദൈവം ശിഷ്യന്മാർ 2-3 ശിഷ്യന്മാരെ യേശുക്രിസ്തു ഗെത്സെമനെ തോട്ടത്തിൽ കൊണ്ടുപോയപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ മുൻപോട്ട് പോയിട്ട് ഞാൻ പോയി എൻ്റെ പിതാവിനോട് സംസാരിക്കട്ടെ. ക്രിസ്തുവിന് പോലും പിതാവിനോടുള്ള സംസർഗത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ വേറൊരു വ്യക്തി ഇടപെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ആരും സഹായമില്ല എന്നോർത്ത് നിങ്ങൾ വേദനിക്കുന്നു എങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവൻ ദൈവത്തിൻ്റെ ഭുജബലം അല്ലെങ്കിൽ അവൻ വീരനായിട്ട് എഴുന്നള്ളി വരുന്ന വചനം പറയുന്നുണ്ട്. 152 പറയുന്നത് ദൈവം പറയുകയാണ്. അവിടെ പിതാവാം ദൈവത്തിനെയാണ് കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നത്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് തന്നെയാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റ് കളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. അതാണ് വില വാങ്ങാതെ. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്തപ്പോൾ ദൈവം കണ്ണടയ്ക്കുമ്പോഴാണ് ദുഷ്ടൻ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, നമ്മുടെ കൊച്ചുമക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എങ്ങനെ അവന് പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ വേലി എവിടെയോ പൊളിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കുറവല്ലായിരിക്കും, മറ്റുള്ളവരുടെ പ്രാർത്ഥന കുറവ്. മക്കളെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരുടെ സ്വയബലത്തിൽ ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും വേലി പൊളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ ദൈവം വേലി പൊളിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിനല്ലാതെ വേറൊരാൾക്കും നമ്മളെയും നമ്മുടെ തലമുറകളെയും സൂക്ഷിക്കാനൊക്കത്തില്ല. പണം വാരിക്കൂട്ടി നമ്മൾ മക്കൾക്ക് കൊടുത്താൽ ഒരു പ്രയോജനവും ഇല്ല. ഒത്തിരി പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മളവരെ ഉന്നത പദവിയിലാക്കിയാൽ അവർക്കൊരു സെക്യൂർ ലൈഫ് ഉണ്ട് എന്നുള്ളതല്ലാതെ ദൈവവുമായിട്ടുള്ള അമിത ബന്ധമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വേലി കെട്ടി കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലാക്കണം. കാരണം നമ്മുടെ അടുത്ത തലമുറ ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത തലമുറ യേശുവിനെ കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് തലമുറയായിട്ട് പാസ് ഇറ്റ് ഓൺ ചെയ്യേണ്ട നമ്മുടെ തലമുറകൾ അടുത്ത തലമുറയോട് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയേണ്ടതാണ്. എൻ്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്ന് അശ്ശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ചു കൊണ്ടുപോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. കർത്താവ് തന്നെയാണ് പറയുന്നത്. ഞാൻ ഓർക്കുന്നു, ദൈവം തൻ്റെ നിയമം ഓർക്കുന്ന ദൈവം. അപ്പം ദൈവം പറയുന്നു, എൻ്റെ നാമം ദുഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദുഷ്ടൻ ഇത് ചെയ്യുന്നത്. അപ്പം പിശാചിന് നമ്മളോടൊന്നും പ്രത്യേക കരുതലൊന്നുമില്ല. ഹീ കംസ് ടു കിൽ, മെയിം ആൻഡ് ഡിസ്ട്രോയ്. അങ്ങനെയാണ് യോഹന്നാൻ്റെ 10 പറഞ്ഞത്, ദുഷ്ടൻ വരുന്നത് കൊല്ലാനും അറുപ്പാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വരുന്നതോ ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ തരാൻ. എത്ര വിശ്വാസികൾക്ക് സമൃദ്ധമായ ജീവനുണ്ട്? സമൃദ്ധമായ ജീവൻ എന്ന് പറയുമ്പം പ്രശ്നങ്ങളില്ലാത്തതെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളുടെ നടുക്ക് ജയത്തിൻ്റെ കൊടി. അതായത് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായിട്ട് എന്നും എൻ്റെ കുടുംബത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടോ? ശരിയാ, കുഞ്ഞുങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അവരുടെ പ്രായത്തിൻ്റെ ആയിരിക്കാം, ക്രിസ്തുവിലായി കാണത്തില്ല. നമ്മളും ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ചിന്തിച്ച് നോക്ക്. നമ്മളെ കൊണ്ടുവന്ന ദൈവം നമ്മുടെ തലമുറകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരും. സിയോനെ നീ എഴുന്നേൽക്ക്, ചടഞ്ഞിരിക്കാതെ എഴുന്നേറ്റ്. നിന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും ഒരിക്കലും ഇനി നിൻ്റെ ഭവനത്തിൽ കയറത്തില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോല് നീതിമാന്മാരുടെ ഭവനത്തിൽ നിൽക്കത്തില്ല. വ്യക്തമായിട്ടും വചനം പറയുന്നു. ഇത്തരം വചനം മാത്രം എടുത്ത് പറഞ്ഞാൽ മതി, കർത്താവ് അറിയും. ഒരു വചനം കൊണ്ട് എനിക്കറിയാം, എൻ്റെ സ്വഭാവത്തിന് എനിക്ക് ഒത്തിരി വചനങ്ങൾ ഞാൻ എടുത്ത് ഉപയോഗിക്കണം. പക്ഷെ എൻ്റെ ഭർത്താവ് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടർ ഒറ്റ വചനത്തെ നിൽക്കും. ആ ഒരു വചനത്തിൽ ഉറച്ച് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. വളരെ വ്യക്തമായിട്ട് പറയും, ദൈവം ചെയ്യും, ദൈവം അറിയാതല്ല വന്നിരിക്കും, ദൈവം ചെയ്യും. അത് കേൾക്കുമ്പോൾ ഞാൻ പറയും, എങ്ങനെയാണ് അങ്ങനെ ധൈര്യമായിട്ട് പറയുന്നത്? ഉള്ളിൽ ആ ബലം.
നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് വി നീഡ് ലോട്ട് ഓഫ് ടോക്ക്. നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് പല വിത്തുകളിട്ടും ഒന്നിച്ച് കിളിപ്പിക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നിക്കുന്നത്. അവരാണെങ്കിൽ ഒരു വിത്തിട്ട് നല്ലതായിട്ട് കിളിപ്പിക്കും. നമ്മൾ പല വിത്തിട്ടിട്ട് ചിലത് കിളിക്കും, ചിലത് കിളിക്കാതിരിക്കും. എങ്ങനെയാണേലും നമുക്കൊന്ന് മനസ്സിലാക്കാം, സിയോൻ പുത്രി, നിന്നോടാണ് ദൈവം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ദൈവം വലിയൊരു മഹത്വരമായ കാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വഴി വെട്ടി തുറക്കാൻ നിനക്ക് ജോലി തന്നിരിക്കുക. എഴുന്നേക്ക്. ഇപ്പോൾ നമ്മൾ മുള്ളും പറക്കാരെയും പറിച്ചു കളഞ്ഞിട്ട് കല്ലും പിന്നെ വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളും വഴിയിലുള്ളത് പെറുക്കിക്കളഞ്ഞ് 2 സൈഡും ദിനം പ്രതി തൂത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ റോഡ് എന്ത് മനോഹരമാകും. അത് തന്നെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം മുള്ളും പുറക്കാരെയുമായിട്ട് നമ്മുടെ തന്നെ ബലഹീനത കൊണ്ടോ അവരുടെ വേലി പൊളിക്കൽ കൊണ്ടോ ദൈവത്തിന് വിപരീതമായ ചിന്താഗതിയും അവർക്ക് സാഹചര്യങ്ങൾ മോശമായി പോയതിനാൽ സത്യദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുറയിട്ട് അലച്ചു കരയാതെ വചനാടിസ്ഥാനത്തിൽ എടുത്തു വെച്ചിട്ട്, കർത്താവെ, ഞങ്ങൾ വഴിവെട്ടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, വേല ചെയ്യുന്നവരായി മാറുക. നിങ്ങളുടെ സ്വന്തം മക്കളെ കേൾക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ വയലിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് ആളിനെ അയക്കും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യരെ അയച്ചില്ല കല്ലും നീട്ടാൻ എന്ന് പറഞ്ഞ് നമ്മൾ കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞ് ദുഃഖിക്കണ്ട. ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് നമ്മുടെ മുമ്പിലുള്ള ബന്ധനം അഴിച്ച് തന്നിരിക്കുന്നു. അങ്ങനെ വാങ്ങിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സിയോൻ പുത്രി, എഴുന്നേൽക്കായി എഴുന്നേൽക്കായി എന്ന് നീ പറയുകയാണ്. ഒരാഹ്വാനവും ഒരു പ്രത്യേകമായ ശുഭകരമായ പ്രവർത്തനവും കർത്താവേ, ഞങ്ങൾക്കൊരു പ്രത്യാശയിടുന്ന വചനമാണ് നീ തന്നിരിക്കുന്നത്. അനേകം മക്കൾ എന്നെ വിളിക്കുന്നവരുണ്ട് അപ്പച്ച. അവരുടെ ആൺമക്കളെ കുറിച്ചാണ് കൂടുതൽ ഭാരം പറയുന്നത്. എവിടെ പോകാനാ അപ്പച്ച, എവിടെ പോകാനാ? ആകാശത്തിൻ്റെ മുകളിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് അവർ കൂടുവെച്ചാലും പാതാളത്തിൽ പാവിരിച്ചാലും നീ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരെ റിട്ടേൺ ട്രിപ്പ് കഴിച്ച് കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ പോയ സ്ഥിതിയിലല്ല, മുടിയനായ പുത്രനെ തിരിച്ചറിവിൻ്റെ ആത്മാവിൽ തിരിച്ചു വന്നതുപോലെ ഞങ്ങളുടെ മക്കളെ പൂർവാധികം ബലത്തോടും ആത്മവിശ്വാസത്തോടും അവരാരെന്നുള്ള സത്യം മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം. അപ്പച്ചൻ അവരെ കൈക്ക് പിടിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോടെ. എത്രയോ ആപത്തിൽ നിന്നും എത്രയോ അനർത്ഥങ്ങളിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഇതുവരെയും സൂക്ഷിച്ച ദൈവം ഇപ്പോഴും സൂക്ഷിക്കുന്നവൻ, ഇനിയും സൂക്ഷിക്കാൻ വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.